ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് മേഘ. കുറേ ദിവസമായി ഞാൻ വീഡിയോസൊന്നും ഇടാത്തത്. പുതിയ ആൾക്കാർ വന്നിട്ട് എവിടെയാണ് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കണ്ടു. ഞാൻ കോഴിക്കോടാണ്. ഹസ്ബൻഡിൻ്റെ വീട് ആലപ്പുഴയാണ് കേട്ടോ. ഞാനിപ്പം നിൽക്കുന്നത് ആലപ്പുഴ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, പുതിയ ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇന്ന് വൈകിട്ട് കപ്പയാണ് കേട്ടോ. കപ്പയും മീൻകറിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അയലയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പൊരിഞ്ഞ വിലയാണ് ഇപ്പോൾ മീനിന്, നല്ല വിലയാണ്. എപ്പോഴും വിലയാണ്, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കൂടിയിട്ടുണ്ട്. അങ്ങനെ കപ്പയെല്ലാം ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ചളിയാണ് കേട്ടോ കപ്പയിലൊക്കെ. ഇപ്പം മഴയല്ലേ, ഇവിടെയാണ് കുറച്ച് അധികമാണ് വെള്ളമൊക്കെ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കപ്പയെല്ലാം ചളിയിൽ മുങ്ങിയിട്ടുണ്ട്. അതുപോലെ പ്രളയത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ വീടാണെന്ന് തെറ്റിദ്ധരിച്ച കുറേ ആൾക്കാരുണ്ട്. അതെൻ്റെ വീടല്ല, ഞാൻ പിന്നെ ചുറ്റുപാടുള്ള വീടൊക്കെ കാണിച്ചതാണ് കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ അവിടെയുള്ള വീഡിയോസ് എടുത്തിട്ടതാണ്. ഓക്കെ, അപ്പം ഞാൻ കപ്പയെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കൊത്തി അരിഞ്ഞായിട്ട് ഞാനിടുക. 4 ആക്കിയിട്ട് വേവിക്കുകയും ചെയ്യാറുണ്ട് ഇവിടെ. ഞാൻ ചെയ്യുമ്പോൾ അധികവും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് നന്നായിട്ട് വേവിച്ച് അടിച്ച് കളയേ. എനിക്ക് എളുപ്പമുള്ള ജോലിയിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ജോലിയാണ് കപ്പ എന്ന് പറയുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കപ്പ ശരിയാക്കാം, പക്ഷേ ഇപ്പോൾ എനിക്കത് ശീലമായി കേട്ടോ. കപ്പയെല്ലാം സെറ്റ് ചെയ്തു. വേസ്റ്റെല്ലാം കളയാൻ പോവാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. കപ്പയ്ക്ക് കോമ്പിനേഷനായിട്ട് അയല വറ്റിച്ചതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി എല്ലാം തോലൊക്കെ കളഞ്ഞ് വെക്കുകയാണേ. ഇപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇവളിതൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞെവിടെ പോയി എന്നുള്ളത്. ലിയമോള് എപ്പോഴും പറയുമ്പോൾ തന്നെ അപ്പേൻ്റെ അടുത്തും ചിറ്റപ്പൻ്റെ അടുത്തൊക്കെ ആയിട്ട് കളിക്കുകയാണ്. അവളെപ്പോഴും അവിടെ തന്നെയാണ് കേട്ടോ. എൻ്റെ വർക്കും ഇതുപോലെയുള്ള ജോലികളും, അതായത് വർക്ക് എടുക്കുന്ന ദിവസം അവരൊക്കെയാണ് കേട്ടോ എനിക്ക് സഹായത്തിനുള്ളത്. വീഡിയോസിൽ ഞാൻ അധികം അവരെ ഒന്നും കാണിക്കാറില്ലെങ്കിലും എൻ്റെ ഈ ഒരു ഡെലിവറി കഴിഞ്ഞപ്പോൾ, അതായത് ലിയമോൾ വന്നതിന് ശേഷം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരു ഫാമിലിയാണ് കേട്ടോ അവർ. കാരണം ഞാൻ ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം, എൻ്റെ വീട്ടിലാകുമ്പോൾ അമ്മ ഇവരൊക്കെ ഉണ്ടായിരുന്നു സഹായത്തിന്. ഇവിടെ ആരുമില്ല കേട്ടോ, മിതു അച്ഛന് മാത്രമേ, പിന്നെ ഇവരുമാണുള്ളത്. ഇപ്പോൾ ഒരു തമാശ പറയട്ടെ. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളെയാണ് ഇതാണ് അതാണ് എന്ന് പറയുന്നവരൊന്നും പിന്നീട് നമുക്ക് കാണാനേ പറ്റൂല. അവരൊരു പൊടി പോലും കാണാൻ പറ്റൂല കേട്ടോ. ഞാനിപ്പോൾ ഇതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം, നമ്മൾ എല്ലാം അനുഭവത്തിലൂടെ പഠിക്കുക അല്ലേ, ആരും പറഞ്ഞിട്ടൊന്നുമല്ല. എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് ഇവരൊക്കെയാണ് കേട്ടോ ഹെൽപ്പിനുള്ളത്. അങ്ങനെ പറഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം തോല് പൊളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻകറി വെക്കാം. ഇവിടെ എരി കുറവാണ് കേട്ടോ. മിഥുനും അതുപോലെ കുഞ്ഞിനും ഇപ്പം ഞാൻ ഏകദേശം എല്ലാ കറികളും എല്ലാം കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ എല്ലാത്തിലും ഇപ്പം എരി കുറച്ചാണ് ഇടുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് വെച്ചതിന് ശേഷമാണ് ഞാൻ എപ്പോഴും മീൻ നന്നാക്കാൻ നിൽക്കാറ്. അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ, മീൻ നന്നാക്കി വെച്ച് കുറേ സമയം എനിക്ക് വെക്കുന്നത് ഇഷ്ടമല്ല. കാരണം അതിൽ നിന്ന് ബ്ലഡ് ഇറങ്ങും. അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമല്ലേ. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മീൻ മുറിച്ച് വേഗം എനിക്ക് കറി വെക്കാമല്ലോ. അധികം നേരം മീൻ ഇരിക്കത്തില്ലല്ലോ വെളിയിൽ. അതിന് വേണ്ടി കേട്ടോ ആദ്യം തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരാൾ കയറി വരും. എന്നിട്ട് നമ്മളോട് പറയും, അയ്യോ കുഞ്ഞിനൊട്ടും തടിയില്ല, കുഞ്ഞ് മെലിഞ്ഞിരിക്കുന്ന, അയ്യോ ഇതെന്തുവാ നീ ഒന്നും കൊടുക്കാറില്ലേ, കുഞ്ഞിനെ കുളിപ്പിച്ചില്ലേ, കുഞ്ഞിന് മുടി കെട്ടിയില്ലേ, അയ്യോ ഇച്ചിരി പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുക, കണ്ണിലൊക്കെ കരി വാരി തേച്ച് കൊടുക്കുന്നൊക്കെ.
അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും കയറി വരുന്ന ആൾക്കാരായിരിക്കും. ഇവർക്കൊക്കെ ശരിക്കും പറയാൻ എന്തെങ്കിലും വോയിസ് ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് 5 മിനിറ്റ് നോക്കിത്തരാനല്ല നോക്കുക, ഇതുപോലെയുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് കേട്ടോ നോക്കുക. ഇങ്ങനെ പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ പേരൻസും ഒരേ സെയിം ട്രാക്കിലൂടെയല്ല കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. വ്യത്യസ്ത തരം പാരൻറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാണ്ടിരിക്കുക, പിന്നെ ആർഗ്യുമെൻറ്റ് ചെയ്യാണ്ടിരിക്കുക, കാര്യം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഒരു കാര്യം ഓർത്തത്, ഞാനിങ്ങനെ വെള്ളത്തിൽ കലക്കുകയാണ് ചെയ്യുക പൊടി. ചിലരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് പൊടിയൊക്കെ പച്ചമണം പോകും വരെ മൂപ്പിക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങൾക്കില്ല കേട്ടോ വടകര ഇതുപോലെയാണ് ചെയ്യുക. ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അയ്യേ ഇതെന്താ എന്ന് തോന്നിക്കും. അങ്ങനെ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിലോട്ട് വെക്കണം, കൂടെ കഷ്ണവും കൂടെ എടുത്തിടണം കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയായിട്ട് കപ്പയും മീൻകറിയും കഴിക്കുന്നത് കാണിക്കാം. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. എനിക്കിതിന് ഒരു 890 രൂപയോ അങ്ങനെ അങ്ങാണ്ടാണ് ആയത്. അപ്പോൾ ബെഡ്ഷീറ്റും 2 പില്ലോ കവറും കൂടാണ്ട് ഈ ഒരു നമ്മൾ പുതക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അതും കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ കാണും പോലെ 809 രൂപക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എന്തായാലും ഒരു 2500 രൂപേൻ്റെ മേലെ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പറഞ്ഞു വന്നപ്പോൾ വീഡിയോസിൻ്റെ കാര്യമൊക്കെ എന്നോടങ്ങ് മറന്നുപോയി. 8 മണിയായപ്പോൾ ഞാൻ കപ്പയും മീൻകറിയും കഴിച്ചു. ഇത് പിറ്റേന്ന് രാവിലെ അപ്പവും മീൻകറിയും കഴിക്കുന്നതാണ്. മിഥുവിൻ്റെ മീൻ 2 പ്രാവശ്യമായിട്ട് മുട്ട ഇടുന്നുണ്ട്, പക്ഷേ അത് ഫംഗസ് കയറിയിട്ട് അഴുക്കായി പോവാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമില്ലേ? ഇത് ഞങ്ങൾ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന മീനാണേ. ഇത് കണ്ടോ മുട്ട ഇങ്ങനെ ഇളകുന്നത്. ഈ പ്രതിഭാസത്തിനെ പറ്റി എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരും വരെ ബൈ.